വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹത്തിന് സമീപം 4 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുമായി 3/4 മണിക്കൂറോളം ചിലവഴിക്കുന്നു. കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം പൊന്നാനിയിൽ നിന്നും പുറത്തു വന്നത്. ഈ ക്രൂരതയിൽ ഒടുങ്ങിപ്പോയത് ഫാത്തിമ എന്ന 22-കാരിയുടെ ജീവൻ മാത്രമല്ല, അവിടെ അനാഥമായത് 4 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ കൂടിയാണ്. പൊന്നാനി പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ഫാത്തിമ എന്ന പെൺകുട്ടിയെ ഭർത്താവായ മുഹമ്മദാണ് ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുന്നത്. ഭാര്യയിൽ അവിഹിത ബന്ധം സംശയിച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് യുവാവിന്റെ മൊഴി. സംഭവത്തിൽ ഇപ്പോൾ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാനിരിക്കുന്ന ഓരോ മാതാപിതാക്കളും വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തും ചെറുതൊന്നുമല്ല. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 2 ഫാത്തിമയെ മുഹമ്മദ് കൊലപ്പെടുത്തുന്നത്. രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു. എന്നാൽ കുറച്ചുകാലമായി സംശയത്തിന്റെ പേരിൽ ഇരുവരും അകന്നാണ് താമസിച്ചു വന്നിരുന്നത്. 2 ആഴ്ചയ്ക്ക് മുൻപ് മുഹമ്മദ് ഫാത്തിമയെ മർദ്ദിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഫാത്തിമ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായി പറഞ്ഞു തീർത്ത ശേഷം ഫാത്തിമ അവളുടെ വീട്ടിലേക്കാണ് പോയിരുന്നത്. എന്നാൽ ഇടയ്ക്കിടെ മുഹമ്മദ് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെയും ഫാത്തിമയെയും കൂട്ടിക്കൊണ്ടുപോകുന്നതും ബൈക്കിൽ ഏറെ നേരം കറങ്ങിയ ശേഷം തിരിച്ച് കൊണ്ടുപോയി ആക്കുന്നതും പതിവായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയും അതുപോലെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ്. തുടർന്ന് കർമ്മ റോഡ് പരിസരത്ത് ഇവർ ഏറെ നേരം സംസാരിച്ചിരുന്ന ശേഷമാണ് ആളൊഴിഞ്ഞ് കടൽ തീരത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഫാത്തിമയുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തെപ്പറ്റിയും ബന്ധങ്ങളെക്കുറിച്ചും വീണ്ടും തർക്കമുടലെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഷോൾ കഴുത്തിൽ മുറുക്കി മുഹമ്മദ് ഫാത്തിമയെ കൊലപ്പെടുത്തുന്നത്. ഫാത്തിമ മരണപ്പെട്ടതോടെ തന്റെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും എടുത്ത് മൃതദേഹത്തിനടുത്ത് 3/4 മണിക്കൂറോളം മുഹമ്മദ് ഇരുന്നു. കുഞ്ഞ് കരയാൻ തുടങ്ങിയതോടെ ഫ്ളാറ്റിലേക്ക് പോകാനായി ഒരുങ്ങി. ഈ സമയത്താണ് ഫാത്തിമയുടെ മൃതദേഹത്തിനടുത്തേക്ക് കുറുക്കന്മാർ വരുന്നതായി കാണുന്നത്. ഇതോടെ കുഞ്ഞിനെ കടൽ തീരത്ത് കിടത്തിയ ശേഷം കൈകൊണ്ട് മണൽ നീക്കി ചെറിയൊരു കുഴിയുണ്ടാക്കി ഫാത്തിമയെ അതിലിട്ട് മൂടുകയായിരുന്നു. ശേഷം തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു പായ അതിന് മുകളിൽ വിരിക്കുകയും ചെയ്തു. തുടർന്ന് പുലർച്ചെ 3 മുഹമ്മദ് ഫ്ളാറ്റിലേക്ക് എത്തി കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഫാത്തിമ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയി എന്ന് കള്ളം പറഞ്ഞ് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ബൈക്കിൽ ഏറെ നേരം സഞ്ചരിച്ച ശേഷം ഒരു പള്ളിയിലെത്തി നിസ്കരിച്ചു. പിന്നീടാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ആത്മഹത്യാ ശ്രമത്തിന് ഒരുങ്ങുന്നതിനിടയിലാണ് ഡിവൈഎസ്പിയായ AM സിദ്ദീഖ് മുഹമ്മദിനെ ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാനായി ശ്രമിച്ചത്. ഈ സമയം പോലീസ് എത്തി മുഹമ്മദിനെ പിടികൂടുകയായിരുന്നു.